നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ASI സക്കറിയ ചെക്കും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നവീൻ അങ്ങോട്ടേക്ക് വരുന്നത്. നവീൻ വന്നിട്ട് ചോദിച്ചു, ഇന്നെന്ത് പറ്റി? നന്ദുമാടമില്ലേ? അപ്പം വക്കീൽ സാർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്തു പറ്റി? നന്ദുമാടത്തിന് ഇന്നലെ ഒരു അപകടമൊക്കെ ഉണ്ടായി. അപകടോ? അതേനെ, കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചു. ആക്രമിച്ചെന്നോ? അപ്പം നവീനോർത്ത് താരൊന്നും അറിഞ്ഞില്ലല്ലോ. ഞാൻ കരുതി വക്കീൽ സാർ അറിഞ്ഞു കാണുമായിരിക്കുന്നു. ഇല്ല സാറേ, ഞാൻ അറിഞ്ഞില്ല. അല്ല, എങ്ങനെയായിരുന്നു സംഭവം? അത് പിന്നെ നന്ദുമാടം വീട്ടിലേക്ക് പോകുന്ന വഴി എങ്ങാണ്ട് ആക്രമിച്ച. പിന്നെ നന്ദുമാടത്തിന് ചേട്ടനങ്ങാണ്ട് രക്ഷിക്കുകയൊക്കെ ചെയ്തേ. അങ്ങനെ ഒടുവില് അവരെ കൂട്ടിക്കൊണ്ടു പോയി. അല്ല, ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലോ അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. നവീൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. കോടതിയിലേക്ക് പോകണമെന്ന് കരുതി ഇറങ്ങിയതാ. ഇനിയിപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം നന്ദുവിനെ ഒന്നും കാണാതെ പോകാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നന്ദുവിനെ ഒന്ന് പോയി കണ്ടിട്ട് ഇനി കോടതിയിലേക്ക് പോകുന്നുള്ളൂ. അതും പറഞ്ഞിട്ട് നവീൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്ക് ASI അവിടെ നിന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞു, അനന്തപുരിയിലെ പയ്യനെ പോലെ ഈ വക്കീല് പയ്യനും എന്തോ ഒരു പ്രേമമുള്ള പോലെ ഉണ്ട്, എന്തോ ഒരു ചുറ്റിക്കളി ഉള്ള പോലെ ഉണ്ട്. ഒടുവില് വക്കീലും അനന്തപുരിയിലെ പയ്യനും തമ്മിൽ അടി ഉണ്ടാകുമോ നന്ദു മാഡത്തിന് വേണ്ടിയിട്ട് കണ്ടറിയണം. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ASIക്ക് നവീന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പൊ നവീന് നന്ദുവിന്റെ വീട്ടിലേക്ക് വന്നു. കനകയും കോന്നിനും ഇറങ്ങിച്ചെന്നു. ഇതാരും നവീമോന, കയറി വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞ് ചോദിച്ചു, അല്ല നന്ദു ഇല്ല ഇവിടെ? നന്ദുവോ? ഒന്നും പറയണ്ട എന്റെ മോനെ. ഇന്നലെ ആണെങ്കിൽ പോലീസ് ക്ലബ്ബിൽ മീറ്റിങ്ങോ കോൺഫറൻസോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോക്കങ്ങോട് പോയതാ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. വൈകുന്നേരം നയനമോള് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാന്ന് പറ. അപ്പോഴേക്കും നവീനൊന്ന് ആലോചിച്ചു. അപ്പൊ ഇവര് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അതാണ് സത്യം. അല്ല മോനെ, എന്താ കാര്യം നന്ദുവിനെ കണ്ട്? അത് പിന്നെ കുറച്ച് കേസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതെ, എപ്പോഴും മോൻ ഇങ്ങനെ കേസും കൂട്ടമായിട്ട് നടന്നാ മതിയോ? മോന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരണ്ടേ എന്ന് കനകി വെച്ചു. അതൊക്കെ വേണം ആന്റി, അതിന് അതിൻ്റെതായ സമയമൊക്കെ ഉണ്ട്. മോന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്ന് അറിഞ്ഞു. ഏതോ ഒരു പോലീസ് ഓഫീസറാന്ന് അറിഞ്ഞു. അല്ല, ഇനിയിപ്പൊ പോലീസ് ഓഫീസറെ കെട്ടാനായിട്ട് മോന്റെ അമ്മ സമ്മതിക്കുവോ? തൻ്റെ ഏടായ പെൺകുട്ടികളെ മോന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ആന്റി. അല്ല, ഇനിയിപ്പോ നിങ്ങൾ തമ്മിൽ ജോലിസ്ഥലം കാര്യങ്ങളൊക്കെ നോക്കൂലേ നിങ്ങളുടെ അമ്മ? അത് ചേരത്തില്ല, ജാതകം ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകത്തില്ലേ? ഇന്നത്തെ കാലത്ത് ഞാൻ അങ്ങനെയൊന്നും നോക്കാൻ പോകുന്നില്ല. എനിക്കതിനൊന്നും താല്പര്യമില്ല എന്റെ മോനെ. എല്ലാരും അങ്ങനെയൊക്കെ പറയും. ഇന്നത്തെ കാലത്തെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ആൾക്കാർ അതൊക്കെയാ. ജാതകം ചേരുവോ, പൊരുത്തം ചേരുവോ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് കേട്ടപ്പോ നവിയും പറഞ്ഞു, നോക്കട്ടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അമ്മയുടെ താല്പര്യം അതാണ് ഇവിടെ പ്രധാനം. അമ്മയ്ക്ക് ഇനി സമ്മതമാണോന്ന് അറിയത്തില്ല. എന്താണെങ്കിലും അമ്മ ഇനി സമ്മതിക്കുന്നോടം വരെ ഞാൻ ഇനിയിപ്പൊ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അല്ല മോനെ, നിനക്ക് കൂട്ടുകാരുണ്ടല്ലോ. അനിയുണ്ട്, ആദർശുണ്ടോ, നന്ദു, എല്ലാരും ഉണ്ട്. അപ്പൊ അവരോട് ആരെങ്കിലോട് ഒന്ന് തുറന്നു പറഞ്ഞുകൂടെ മോന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന്? പറയണം ആന്റി, അധികം വൈകാതെ തന്നെ ഞാൻ എല്ലാവരോടും അത് പറയൂന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അനി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഗോയെന്നും പറഞ്ഞു, നല്ല പയ്യനല്ലേ? അതെ അതെ, നല്ല പയ്യനാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തൊരു നല്ല സംസാരവും പെരുമാറ്റവും ഒക്കെയാ. അല്ലെങ്കിലും അവൻ നേരെ വാ നേരെ പോകുന്നുള്ള പ്രകൃതക്കാരനാണ്. നന്ദുവിനെ പോലെ തന്നെയാ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും നവീനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് നവീൻ ചെന്നിട്ട് കാറ് കയറിയിട്ട് ആലോചിച്ചു, നന്ദുവിന് ഇന്നലെ പോലീസ് ക്ലബിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നോ? അതിനെ കുറിച്ചൊന്ന് അറിയണമല്ലോ എന്നൊക്കെയൊരു ചിന്തയായിരുന്നു നവീന്റെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോ നവീൻ CAയെ വിളിക്കുകയാണ്. അപ്പത്തേന് CA ചോദിച്ചു, എന്താ വക്കീൽ സാറേ കാര്യം? CA സാറേ, ഇന്നലെ പോലീസ് ക്ലബിൽ വല്ല മീറ്റിങ്ങോ വല്ല ഉണ്ടായിരുന്നോ? മീറ്റിങ്ങോ? എന്ത് മീറ്റിംഗ്? അല്ല, നിങ്ങളുടെ ഓഫീസേഴ്സിന്റെ വല്ല മീറ്റിംഗ്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആരായി തെറ്റായ വിവരം തന്നത്? അല്ല, ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു, അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മീറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു വക്കീലെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു നവീൻ കോള് കട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു മീറ്റിംഗ് ഇല്ലായിരുന്നു. പിന്നെ അവൾ എന്തിനാ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞെന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും അനിയെ കാണാനായിട്ട് നവീൻ ചെല്ലുവാണ്. അനിയോട് പറഞ്ഞു, എടാ നിന്നോട് കേസിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇന്നലെ പലതവണ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് കിട്ടിയതേ ഇല്ല. അല്ല, നീ ഇന്നലെ എവിടെയായിരുന്നു? അത് പിന്നെ ഇന്നലെ ഒരു യാത്രയിലായിരുന്നു. യാത്രയിലോ? ഒരു ബിസിനസ് ടൂർ ആയിരുന്നു. ബിസിനസ് ടൂർ എങ്ങോട്ട്? സ്ഥലപ്പേരില്ലേ ഇവിടെ? പൊന്മുടിക്ക് പോയതായിരുന്നു. അങ്ങനെയായിരുന്നല്ലേ? അല്ല, എന്തായിരുന്നടാ? അത് പിന്നെ അനാമിയായിട്ടുള്ള ഡിവോഴ്സിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച്.
എടാ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവളുമായിട്ട് ഡിവോഴ്സ് ഒന്ന് വാങ്ങിത്താ. മനസ്സിലായി. എന്നിട്ട് വേണം നിനക്ക് അവന്തിയെ വിവാഹം കഴിക്കാൻ, അതല്ലേ? പിന്നെ അവന്തിയെ വിവാഹം കഴിച്ചു, ആ കാര്യം മാത്രം നീ പറയരുത്. എനിക്ക് അതിന്റെ താല്പര്യമില്ല. അതെന്താടാ അനി നീ അങ്ങനെ പറയണേ? ഒന്നുമില്ല, അവൾ MBA-കാരിയല്ലേ, പിന്നെ നിന്റെ കുടുംബത്തിലുള്ള പെൺകുട്ടിയല്ലേ, നിനക്ക് അവളെ അറിയാം. അതേ നവീനെ, അത് ശരിയാകുന്ന കാര്യമല്ല. എനിക്ക് അവളെ ഇഷ്ടമില്ല. എനിക്ക് അങ്ങനെ ഒരു ബന്ധത്തിന് പോലും താല്പര്യമില്ല. എടാ നിന്റെ വീട്ടുകാർക്കെല്ലാം സമ്മതമല്ലേ? വീട്ടുകാർ സമ്മതിച്ചോട്ടെ. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക. അനാമികയായിട്ടുള്ള ഡിവോഴ്സ് എത്രയും വേണം വാങ്ങിത്താ. ആ അനാമികയുടെ അച്ഛനെ അവളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഓർക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എടാ അതിന് അവള് സമ്മതിക്കണ്ടേ? ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവളാണെങ്കിലോ അങ്ങനെ ഡിവോഴ്സ് കൊടുക്കുന്നില്ലെന്നും പറഞ്ഞിരിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അനി പറഞ്ഞു, ശരി ശരി ആയിക്കോട്ടെ, എത്രയും പെട്ടെന്ന് നീ ഒന്ന് സ്പീഡപ്പ് ആക്കാൻ നോക്ക്. അല്ല ഈ ഇടയായിട്ട് നീ നിന്റെ പ്രണയത്തെക്കുറിച്ചൊന്നും പറയണില്ലല്ലോ എന്ന് നവീനോട് ചോദിച്ചു. നവീൻ പറഞ്ഞു, ഓ പറഞ്ഞിട്ട് എന്താവാനാ, നിന്നോട് ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ട് നീ അത് ചെയ്തോ? ഇല്ലല്ലോ, എന്റെ പ്രണയത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ട്. എടാ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പം നിന്നോട് അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനും താല്പര്യമില്ല. ആ എങ്കിൽ ശരിയടാ, ഞാൻ പോയിക്കോട്ടെ. എന്റെ ഡിവോഴ്സിന്റെ കാര്യം എത്രയും പെട്ടെന്ന് ശരിയാക്കണം. അതും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ച് നവീന്, ഇന്നലെ എങ്ങാനും ഇനി നന്ദു അനിയും കൂടെ ഒരുമിച്ചായിരിക്കോ പൊന്മുടിക്ക് പോയിട്ടുണ്ടായിരിക്കേ. അങ്ങനെയൊന്നുമില്ല. നന്ദുവിന് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും ഇവനോടില്ലല്ലോ, പിന്നെ എങ്ങനെ ഒരുമിച്ച് പോകുന്നേ? അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് സ്വയം ആശ്വസിക്കുകയാണ് നവീന്. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ നയനെ എലിസബത്തും കൂടെ മൂർത്തി മുത്തശ്ശനെ കാണാനായിട്ട് വരുവാണ്. മുത്തശ്ശൻ വന്നു കഴിഞ്ഞപ്പോൾ നയന ചോദിച്ചു, എന്താ മുത്തശ്ശ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അത് പിന്നെ മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു ഇന്റർനാഷണൽ ഡിസൈൻ ഫെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് മോള് പങ്കെടുക്കണം. കേരളത്തിലെ ജ്വല്ലറിയിൽ നിന്നാണ് കൂടുതൽ ആൾക്കാരും പങ്കെടുക്കുന്നത്. അപ്പൊ അതിനകത്ത് മോള് പങ്കെടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ മോളെ വിളിപ്പിച്ചേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ശരി മുത്തശ്ശൻ, ഞാൻ പങ്കെടുക്കാം. പിന്നെ ഇപ്പൊ ജ്വല്ലറി ഡിസൈനർ മാളവികയാണല്ലോ, അത് നമ്മുടെ ആളാണല്ലോ. മുത്തശ്ശൻ പറഞ്ഞു, എന്താണെങ്കിലും ആദർശ് അങ്ങനെ ഒരു ബുദ്ധി കാണിച്ചു, അതൊരു നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. മോള് കണ്ടു, ഇനിയിപ്പം ഈ ഫെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഓണമാണ് വരാൻ പോകുന്നത്. ഈ ഓണത്തിന് മുമ്പ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേരെയാക്കണം. ജ്വല്ലറി തകർത്തുകൊണ്ട് മൂർത്തി ജ്വല്ലറി ഒന്നാമതെത്തണം. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതിനു വേണ്ടിയിട്ട് ആദർശേട്ടൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്നാണ് എൻ്റെ വിചാരം. പിന്നെ അറിയാലോ മോളെ, നാഗേന്ദ്രനാണ് ഇപ്പം നമ്മുടെ ശത്രുവായിട്ട് വന്നിരിക്കുന്നത്. അയാളുടെ പേര് തന്നെ ഉണ്ടില്ല സാറേ, നാഗം എന്ന് എലിസബത്ത് ചോദിച്ചു. അത് എലിസബത്തെ, അല്ല എലിസബത്തിന് അവനെ അറിയാവുന്നല്ലേ? പിന്നെ എനിക്കറിയാം, മൂർത്തി സാർ അന്ന് അടിച്ചിറക്കിയതല്ലേ, എനിക്ക് അയാളെ മറക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അവനെ പോലൊരു ദുഷ്ടൻ, അവനെ അന്ന് ഞാൻ അടിച്ചിറക്കിയതാ. വീണ്ടും അവൻ പ്രതികാരം ചെയ്യാനായിട്ട് വന്നിരിക്കുക, കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട്. അവനോടുള്ള പ്രതികാരം ചെയ്യാനായിട്ടാ ഇപ്പൊ ആദർശ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സാരമില്ല. അല്ല മോളെ, ആദർശിന് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ നമ്മുടെ കാര്യത്തില്? സംശയമൊന്നുമില്ല. അല്ല എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. മുത്തശ്ശന് കുടുംബത്തെക്കാളും പ്രാധാന്യം ബിസിനസ്സിനോടാണ്, അതുകൊണ്ടാന്നൊക്കെ. സാരമില്ല മോളെ, ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോട്ടെ, കുറച്ച് കഴിയുമ്പത്തിന് എല്ലാം ശരിയാവും. സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ആദർശ് തിരിച്ചു വരും. പിന്നെ ഇനിയിപ്പോൾ അധികം നാളൊന്നും അതിനുവേണ്ടി ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അങ്ങനെ എത്രയും പെട്ടെന്ന് വേണമെന്ന് എൻ്റെ ആഗ്രഹം. മോള് വിഷമിക്കൊന്നും വേണ്ട. മോളുടെ 3-ാം മാസ ചടങ്ങിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ 7-ാം മാസ ചടങ്ങ് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ആയിരിക്കും നമ്മൾ ആഘോഷിക്കാനായിട്ട് പോകുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ പോകാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, ഒരു കാര്യം മറന്നുപോയി എന്നും പറഞ്ഞിട്ട് മുത്തശ്ശന് കാറിനടുത്തേക്ക് ചെന്നു. ഒരു കവറൊക്കെ കൊണ്ട് എലിസബത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇതെന്താ സാറെന്ന് ചോദിച്ചു. അതെ, മോൾക്കുള്ള കുറച്ച് ആയുർവേദ മരുന്നുകളാ, ഇത് കൊടുക്കണം. അതിൽ കഴിക്കേണ്ട വിധമൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മോളെ ആരോഗ്യകാര്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശ. മുത്തശ്ശൻ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് മൂർത്തി മുത്തശ്ശൻ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്ന് വസുന്ധര മുത്തശ്ശിയോട് കാര്യം പറഞ്ഞു. അതെ, ഞാനിന്ന് മോളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല ആളാ, എന്നോട് ഒരു വാക്ക് പറഞ്ഞു എങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ. അതെ, നീ ദേവേൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോയി മോളെ കാണുന്നതല്ലേ, അപ്പം ഞാൻ വരാറില്ലല്ലോ. എന്നാലും മോളെ കാണാൻ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. സാരമില്ല വസുന്ധരെ, അധികം വൈകാതെ കണ്ടു ആദർശം മോളും ഇങ്ങോട്ടേക്ക് വരും. അല്ല, അധികം വൈകാതെ നടക്കും അത്. നാഗേന്ദ്രനാണ് ശത്രു എന്നുള്ള സത്യങ്ങളൊക്കെ അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ അധികം വൈകാതെ തന്നെ അവൻ ഈ വീട്ടിലേക്ക് വരാൻ പറ്റും. അവൻ എന്നോട് ഒന്ന് പറയട്ടെ, ശത്രു ആരാന്നുള്ള കാര്യങ്ങളൊക്കെ അവനൊന്ന് വന്ന് പറയണമെന്ന് പറഞ്ഞു. അത് കേട്ട മുത്തശ്ശി പറഞ്ഞു, അല്ല അവൻ വരുവോ പറയാനായിട്ട്? പിന്നെ വരാതെ എങ്ങോട്ട് പോകാനാ? അവനത് ഉറപ്പായിട്ടും വന്ന് പറയും.
എനിക്കിപ്പം നല്ല പേടിയുണ്ട്. അവർക്ക് എന്തേലും ആപത്ത് ഒന്നും സംഭവിക്കില്ല. നേരത്തെക്കാളും പ്രൊട്ടക്ഷൻ കുറെ കൂട്ടിയിട്ടുണ്ട് ഞാൻ. പിന്നെ നന്ദുമോളോട് സൂക്ഷിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നാഗേന്ദ്രനാണ് ശത്രു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നയനമോൾക്കും ആദർശിനും ഒക്കെ ഞാൻ പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർ പോലും അറിയില്ലാതെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും വസുന്ധരെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉം. എന്താണെങ്കിലും അധികം വൈകാതെ അവൻ ഇനിയിപ്പം അവരെ തോൽപ്പിച്ചിട്ട് മൂർത്തി ജ്വല്ലറി ഒന്നാമത് ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്നുള്ള കാര്യം ഉറപ്പാ. ഈ സമയം മുത്തശ്ശി പറഞ്ഞു എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. അവൻ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഒരു സമാധാനമായനും. അതെ, ഞാൻ ഇതിനെക്കുറിച്ച് മോളോട് പറഞ്ഞായിരുന്നു. മോൾക്കാണെങ്കിൽ അനി MD സ്ഥാനത്തിരിക്കട്ടെ എന്നാ പറയുന്നത്. അല്ലെങ്കിലും അനി കയറിയതിന് ശേഷം എന്താണെങ്കിലും അവന് നല്ലൊരു ആശയമുണ്ട്. കുഴപ്പമില്ലാതെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു അത് ശരിയാകത്തില്ല. കാരണം ആദർശാണ് ഇരിക്കേണ്ടത്. അനിക്കാണെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ ഒരു താല്പര്യമില്ല. എപ്പോഴാണ് ആദർശ് വരുന്നതെന്ന് ഓർത്ത് അവനിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ വസുന്ധരെ, എൻ്റെ 2 കൊച്ചുമക്കളും കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തരായിരിക്കുന്നു. ഇനിയിപ്പോൾ കമ്പനിയുടെ പകുതി ഭാഗങ്ങൾ ആദർശൻ ധൈര്യപൂർവ്വം അനിയെ ഏൽപ്പിക്കാം. അവന് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ആ ഒരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു ഇതും കൊണ്ട് എന്തായാലും അങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ലേ? അത് ശരിയാ വസുന്ധരെ, അങ്ങനെ ചില ഗുണഗണങ്ങളൊക്കെ ഇതും കൊണ്ടുണ്ടായെന്ന് പറഞ്ഞു. മുത്തശ്ശനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ സമയത്ത് നവീന് അനാമികയെ വേണുവിനെ വിളിപ്പിച്ചു. അങ്ങനെ വിളിപ്പിച്ച് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് നടക്കണം. അപ്പോഴേക്കും അനാമിക പറഞ്ഞു അല്ല വക്കീലെ, വക്കീലെന്താ ഇപ്പൊ ഇങ്ങനെ പറയണേ? നേരത്തെ ഇങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞേ, ഇച്ചിരി നീട്ടിക്കൊണ്ടു പോകാനല്ലോ പറഞ്ഞേ. അത് മുമ്പ്. പക്ഷെ ഇപ്പോഴേ അങ്ങനെയല്ല. ഞാൻ അനിയുടെ വക്കീലല്ലേ. അനി എന്നെ നിരന്തരം ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞുണ്ട്. വേണു പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും ഡിവോഴ്സ് കൊടുക്കാൻ പറ്റില്ല. കിട്ടാനുള്ളതൊന്നും കിട്ടാതെ കൊടുക്കത്തില്ല. അതെ, എന്തേലും കിട്ടുവാണെങ്കിൽ അത് മേടിച്ചെടുക്കാൻ നോക്കുക നിങ്ങൾ. അല്ലാതെ വീണ്ടും വില പേശിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉള്ളതും കൂടെ ഇല്ലാതാവും. അനാമി പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കറിയാം. എന്നിട്ട് വേണം അവന് വേറെ കല്യാണം കഴിക്കാൻ, അതല്ലേ? അപ്പോഴേക്കും നവീൻ പറഞ്ഞു അതെന്തേലും ആയിക്കോട്ടെ. വേണു പറഞ്ഞു ഉറപ്പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് പോവുക. ഇനിയിപ്പോൾ അതാകുമ്പോൾ ആരും പുറത്തുനിന്ന് ആരും മുടക്കാനൊന്നും ചെല്ലത്തില്ലല്ലോ. കുടുംബത്തിലുള്ള പെണ്ണ് തന്നെയല്ലേ. അപ്പൊ അവനൊരു ആത്മവിശ്വാസം കാണുമായിരിക്കും. കെട്ടാനായിട്ടായിരിക്കും അവൻ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് വേണമെന്ന് പറയണേ. എന്താണെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ. നവീൻ പറഞ്ഞു അത് നിങ്ങൾ മന്ദബുദ്ധരാ കാണിക്കുന്നത്. നിങ്ങൾ എന്താണെങ്കിലും എന്തേലും കിട്ടുവാണെങ്കിൽ അത് മേടിച്ചെടുത്തിട്ട് ഡിവോഴ്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും അനാമിക പറഞ്ഞു അതെ, ഞാൻ സ്നേഹിക്കുന്നവൻ ലണ്ടനിലേക്ക് പോകാനായിട്ട് ഇരിക്കുക. അവന് പോകുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ നടത്തണം. അല്ല അങ്ങനെയാണ് പിന്നെ ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ അവന് കാണുമല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ പൈസ മേടിക്കേണ്ട കാര്യമുണ്ടോ? ലണ്ടനിലേക്ക് പോകാനിരിക്കുന്നവന് ഇഷ്ടംപോലെ പൈസ കാണത്തില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് നമ്മുടേതായ ഒരു അന്തസ്സും അഭിമാനം ഒക്കെ ഇല്ലേന്ന് ചോദിച്ചു. നവീൻ ചോദിച്ചു ഉണ്ടോ? അന്തസ്സും അഭിമാനം ഉണ്ടോ? അനാമികയുടെ മുഖം കുനിഞ്ഞു. അതെ, നിങ്ങൾക്ക് അന്തസ്സും അഭിമാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രവൃത്തികളൊന്നും ചെയ്യത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അനാമിക കർണത്തടിയേറ്റ പോലെ നിൽക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു.